പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. 84-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 84-ാം സങ്കീർത്തനം, Psalm 84. സൈനികളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവമായ സൈനികളുടെ യഹോവേ, അവിടുത്തെ യാഗപീഠങ്ങളെ തന്നെ, അവിടുത്തെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യന്മാർ. അവർ അങ്ങയെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. ബലം അങ്ങിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈനികളുടെ ദൈവമായ യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. അവിടുത്തെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. അങ്ങയുടെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയും മുടക്കയില്ല. സൈനികളുടെ യഹോവേ, അങ്ങയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 11-12 വാക്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ വായിക്കുന്നു. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയും മുടക്കയില്ല. സൈനികളെ യഹോവേ, അങ്ങയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എല്ലാ കണ്ണുകളും അടച്ച് അല്പനിമിഷം കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഹല്ലേലൂയ, ആമേൻ. ഈ മഹായോഗത്തിന്റെ പ്രാരംഭ ദിവസത്തിന്റെ ആമേൻ നമ്മൾ ആമേൻ ഹല്ലേലൂയ പ്രാരംഭ സമയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഈ സുവിശേഷ യോഗം ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ മഹാകൃപയാൽ ദൈവം തന്ന ദർശന പ്രകാരം പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ഇവിടെ നടത്തപ്പെടുമ്പോൾ ഇന്നു മുതൽ ഞായറാഴ്ച വൈകിട്ട് വരെ നടക്കുന്ന ഈ സുവിശേഷ മഹായോഗത്തിൽ ആത്മാവിന്റെ വലിയ സാന്നിധ്യം വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ ജനങ്ങൾ യേശുവിനെ അറിയുവാൻ ഇടയായി തീരട്ടെ. പാപത്തിന്റെ, ശാപത്തിന്റെ, മദ്യപാനത്തിന്റെ, ആമേൻ ലഹരി വസ്തുവിന്റെ അടിമത്തത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വിടുവിക്കപ്പെടുവാൻ ഹല്ലേലൂയ. അനേകർ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവ് കർത്താവായി സ്വീകരിപ്പാൻ, ജീവന്റെ പുസ്തകത്തിൽ അനേകരുടെ പേര് എഴുതപ്പെടുവാൻ ആമേൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. ഒരു ആത്മീയ സാന്നിധ്യം ഈ ആലയത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമ മഹത്വത്തിന് വേണ്ടി ആയിത്തീരട്ടെ. എല്ലാ പ്രിയപ്പെട്ട ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ, പിശാചിന്റെ ബന്ധനങ്ങളെ തകർക്കുവാൻ പ്രത്യക്ഷനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദേശത്തിന്റെ അന്ധകാര ശക്തിയിൽ നിന്ന് പാപത്തിലേക്ക് ജനത്തെ വലിച്ചിഴക്കുന്ന മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ അടിമത്തത്തിൽ ജനത്തെ നാമേ ഹല്ലേലൂയ ആമേൻ അതിനെ നയിക്കുന്ന എല്ലാ ദുഷ്ട ശക്തിയിൽ നിന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷകളിൽ അല്പനിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആത്മാവിന്റെ സാന്നിധ്യം ഈ ആലയത്തിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്ന നടുവിൽ ഞാൻ വരുമെന്ന്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ മകനീയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ. രാജാതി രാജാവും കർത്താതി കർത്താവും അവിടുന്ന് മാത്രം അമൃത്യനായ ആദിയും അന്തമില്ലാത്ത അനാദിയായ ദൈവം. ആമേൻ ഹല്ലേലൂയ. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ടെന്ന് വാക്ക് പറഞ്ഞ കർത്താവ്, ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല. ഞാൻ നിന്റെ അടുക്കൽ വരും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ സഹായിക്കും എന്ന് വാക്ക് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം ഈ ആലയത്തിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാൾ തള്ളി കളയില്ലെന്ന് കർത്താവിന്റെ വാഗ്ദത്തമുള്ളതിനായി
സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാപത്തിൽ ബന്ധിച്ചിരിക്കുന്ന പാപത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഇന്ന് പകൽക്കാലം ആത്മാ സാന്നിധ്യം ഈ ആലയത്തിൽ വെളിപ്പെടുന്നതിനായി സ്തോത്ര. ദൈവത്തിന്റെ കൃപ ഈ ആലയത്തിൽ വെളിപ്പെടുന്നതിനായി സ്തോത്ര. ദൈവത്തിന്റെ പദ്ധതി നിറവേറുന്നതിനായി സ്തോത്ര. പിശാചിന്റെ സകല പദ്ധതിയെ ദേശത്തിന്റെ അന്ധകാരത്തിലാക്കുന്ന അവ കുടുംബങ്ങളിൽ സമാധാനം കെടുത്തി കളയുന്ന ഹല്ലേലൂയ ജനത്തെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന നിരാശയിലേക്ക് തള്ളിവിടുന്ന ദുഷ്ടന്റെ സകല ആധിപത്യങ്ങൾ ഇന്ന് പകൽക്കാലം അവൻ സ്വർലോകത്തിനും അധോലോകത്തിനും അധികാരമുള്ള യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ വിശുദ്ധന്മാരെ ഞങ്ങൾ ഒരുമിച്ച് അതിനെ ബ്രേക്ക് ചെയ്ത് അതിനെ ജയമെടുത്തുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ദേശം വിട്ടുപോകട്ടെ, ദേശം സമാധാനം കൊണ്ട് നിറയട്ടെ, ദേശം സന്തോഷം കൊണ്ട് നിറയട്ടെ. ഓരോ ഭവനങ്ങളിലും ദൈവത്തിന്റെ പ്രത്യാശ ഉണ്ടായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. രോഗത്തിന്റെ ബന്ധനത്തിലായിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ അവൻ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ. ഈ ആലയത്തിൽ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ശബ്ദവിധി ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർ യേശുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. മറ്റൊരുത്തരിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ യേശു അല്ലാതെ മറ്റൊരു നാമമില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവായ യേശു വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ഹല്ലേലൂയ. ഒരിക്കൽ പാപത്തിന്റെ അന്ധകാരത്തിലായിരുന്നവരെ മദ്യത്തിന്റെ അടിമകളായിരുന്ന ഞങ്ങളെ ഓരോരുത്തരെ അങ്ങ് വിടുവിച്ചതുപോലെ ഈ ദേശനിവാസികള് ഈ ശബ്ദവരിൽ വചനം ശ്രമിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ എന്റെ കർത്താവ് വിടുവിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. സകല നാമത്തിന് മേലായ നാമ യേശുവിന്റെ നാമ, രക്ഷയ്ക്ക് വേണ്ടി ഏക നാമ യേശുവിന്റെ നാമ. ഈ ദേശത്തെ വിടുവിക്കാൻ കഴിയുന്ന, പാപത്തിന് വിടുവിക്കാൻ കഴിയുന്ന യേശുവിന്റെ നാമം. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗത്തിലെ സകല മഹിമകളും വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഹല്ലേലൂയ അവൻ ജാതി മതവർഗ വർണ്ണ വ്യത്യാസം കൂടാതെ സകല ജനത്തെ അവൻ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങയുടെ സ്വന്തം ജീവനെ നൽകിയില്ല കർത്താവേ. ആ കാൽവരി ക്രൂശിൽ അവിടുത്തെ തിരുരക്തം ഒഴുക്കിയല്ലോ. ഞങ്ങളുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി അങ്ങയുടെ വിലപ്പെട്ട ജീവൻ അവൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നൽകിയല്ലോ കർത്താവേ. ഹല്ലേലൂയ. തന്റെ ഏകജാതനെ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് അങ്ങയുടെ വചനത്തെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അങ്ങാരെ എല്ലാ ജനത്തെയും സ്നേഹിക്കുന്നതിനായി സ്തോത്ര. ജനത്തിന്റെ സ്ഥിതിയോ നോക്കാതെ, സാഹചര്യം നോക്കാതെ, കുടുംബ പശ്ചാത്തലം നോക്കാതെ, വിദ്യാഭ്യാസമോ കളറോ നോക്കാതെ എല്ലാ ജനത്തെയും സ്നേഹിക്കുന്ന ദൈവമേ, എല്ലാ ജനത്തെയും രക്ഷിക്കുവാൻ വേണ്ടി അങ്ങയുടെ വിലപ്പെട്ട ജീവൻ നൽകി യേശുവേ ഞങ്ങൾ അങ്ങയുടെ സന്നിധി നിലവിളിക്കുമ്പോൾ യേശുവേ വിടുവിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി, കഞ്ചാവിനും അടിമകളായി എത്രയോ യുവജനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ. ഈ ലോകത്തിൽ എത്രയോ ആളുകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ. യേശുവേ ഈ ദേശങ്ങളെ വിടുവിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ പട്ടണത്തെ വിടുവിക്കണമേ. ഞങ്ങളുടെ രാജ്യത്തെ വിടുവിക്കണം കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. അങ്ങ് കാൽവരി ക്രൂശിൽ ഒഴുക്കിയതായ ആ തിരുരക്തത്താൽ ജനത്തിന്റെ പാപങ്ങളെ ക്ഷമിച്ച ദൈവം ജനത്തോട് മനസ്സറിയണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്റെ ജീവിതത്തിൽ ഇനി പ്രത്യാശയില്ല, എന്റെ ജീവിതം ഇത്ര മാത്രമേ ഉള്ളൂ, ആത്മഹത്യയാണ് പ്രശ്നത്തിന് പരിഹാരമെന്ന് ചിന്തിക്കുന്ന ആമേൻ ഓരോ പ്രിയപ്പെട്ടവരെ എന്റെ യേശു സന്ദർശിക്കുന്നതിനായി സ്തോത്ര. സഹോദര സഹോദരിയെ, യേശുവിന്റെ നാമത്തിൽ ദൈവം വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. നിങ്ങളുടെ പാപം എത്ര കടുചുമപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് വാക്ക് പറഞ്ഞ യേശുവിന്റെ സാന്നിധ്യം ഈ ആലയത്തിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്ത് കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത ഈ ലോകത്തിൽ സമാധാനത്തിന് ഉത്ഭവമായ, സമാധാനത്തിന് ഉറവിടമായ യേശുവേ ഓരോ ഹൃദയങ്ങളിലും അളവറ്റ സ്നേഹത്താൽ നിറച്ച് നിത്യ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്ത് കർത്താവേ.
യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. മഹാവ്യാധികൾ, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ അവിടെവിടങ്ങളെ ഉണ്ടാകുന്നല്ലോ. സ്വസ്ഥതയില്ലാത്ത ജനങ്ങൾ പണത്തിന് വേണ്ടി, പദവിക്ക് വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ, ഹല്ലേലൂയ, കലുഷിതമായ ലോകത്തിൽ, പാപമംഗലമായ ലോകത്തിൽ, ഹല്ലേലൂയ, ഒരിറ്റു സമാധാന ലോകത്തിന് തരുവാൻ കഴിയത്തില്ല. ജഡിക സുഖങ്ങൾക്ക് തരുവാൻ കഴിയത്തില്ല. ഭൗതിക നന്മകൾക്ക് തരുവാൻ കഴിയത്തില്ല. പണത്തിന് പ്രതാപനം നേടിത്തരുവാൻ കഴിയാത്ത ആ സമാധാന ആത്മരക്ഷ സൗജന്യമായി നൽകുന്ന യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ പ്രതീക്ഷിക്കുന്ന ഈ മഹായോഗങ്ങളിൽ കർത്താവേ, ദേശം വിടുവിക്കപ്പെട്ട് അനേകായിരങ്ങൾ കടന്നു വന്ന് യേശുവിന്റെ വചനം കേട്ട് വിടുതൽ പ്രാപിക്കുവാൻ ഇടയാകേണ്ടതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇന്ന് പകൽക്കാല ഒരു ആത്മസാന്നിധ്യം വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്ത് കർത്താവേ, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം ആമേ, കടന്നു വരുന്ന ജനത്തെ അങ്ങയുടെ ആത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവേ, നന്ദി കർത്താവേ. നല്ല കാലാവസ്ഥ ദൈവം പ്രദാനം ചെയ്ത് നന്ദി പറയുന്നു കർത്താവേ. മൈക്ക് സിസ്റ്റം സ്വാമി കർത്താവേ, മറ്റു സംവിധാനങ്ങൾ, ഹല്ലേലൂയ, പാട്ടുകാരെ, മ്യൂസിക് എല്ലാം ദൈവകരങ്ങളെ കേൾപ്പിക്കുന്ന കർത്താവേ. വചനം സംസാരിപ്പാൻ അങ്ങയുടെ അഭിഷേകത്തിന് ദൈവവാഴ്ചനായി സ്തോത്രം ചെയ്ത് കർത്താവേ. ദൈവം നൽകിയ ദൈവമേ, അങ്ങയുടെ ദൂത ഹല്ലേലൂയ ഈ സ്റ്റേജിൽ മുഴങ്ങുമ്പോൾ ദേശം വിടുവിക്കപ്പെടുവാൻ, ലോക രാജ്യങ്ങൾ വിടുവിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുസാന്നിധ്യം മറക്കണം. അഭിഷേകത്തിന്റെ നിറവിൽ ഞങ്ങൾ നിറയ്ക്കണം. പ്രാർത്ഥനയാചന കേട്ടനായി സ്തോത്രം. മഹത്വം എല്ലാം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് മുതൽ ഈ അട്ടപ്പള്ളം ഈ പന്തലിൽ നടക്കുന്ന ഒന്നാമത് കുമളി കൺവെൻഷൻ, ചച്ചക്കോട് പ്രവാസി ദൈവസഭയുടെ നാമത്തിൽ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ദൈവനാമത്തിൽ പ്രഖ്യാപിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. എല്ലാ കരങ്ങളും ഉയർത്തി ആ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.